വയനാട് ചിരാലിൽ വന്യമൃഗശല്യത്തിനെതിരെ ജനകീയ മാർച്ച്. പഴൂർ ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. പ്രദേശത്ത് നിരവധി വളർത്തുമൃഗങ്ങളാണ് കടുവയുടെ ആക്രമണത്തിൽ തുടർച്ചയായി കൊല്ലപ്പെടുന്നത്. വിവരങ്ങളുമായി ലിൻഡോ തോമസ് ആണ് വയനാട്ടിൽ നിന്നും ചേരുന്നത്. ലിൻഡോ, തീർച്ചയായും ഇവരെ ഒരു ജനകീയ മാർച്ച് നടത്തുന്നതിൽ ഒരു അത്ഭുതവുമില്ല. കാരണം ഒരു ജനത എത്ര കാലം ഇങ്ങനെ സഹിക്കും എന്നുള്ളതാണ്. ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. അതിൽ അധികാരികൾ ഇടപെടേണ്ടതുണ്ട്. അവരുടെ ശ്രദ്ധ അങ്ങോട്ട് വരേണ്ടതുണ്ട്. എന്താണ് മാർച്ചിന്റെ വിവരങ്ങൾ? നിലവിൽ ലിൻഡോ ഇപ്പോൾ അവിടെയാണോ ഉള്ളത്? ശ്യാമലി, വയനാട് ചീരാൽ പ്രദേശങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളായി, ഒരു 3-4 മാസങ്ങളായി പലപ്പോഴായി ഈ വന്യമൃഗ ശല്യത്താൽ പൊറുതുമുട്ടുന്ന ഒരവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആളുകൾ ഇന്ന് പഴൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. ഈ മാസങ്ങളായി ഇവിടെ നിരവധി വളർത്തുമൃഗങ്ങളാണ്, ഈ കർഷകരുടെ നിരവധി വളർത്തുമൃഗങ്ങളാണ് ഈ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ പ്രദേശത്ത് ഈ ചീരാൽ നമ്പ്യാർകുന്ന് മേഖലയിലൊക്കെ തന്നെ 3-4 ആടുകളെ ഈ പുലി പിടിക്കുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെ നിരന്തരം കടുവയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണത്തിൽ പൊറുതിമുട്ടി ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഈ പ്രദേശത്തിലുള്ള ആളുകൾക്കുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പഴൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഇവർ ജനകീയ മാർച്ച് നടത്തിയിരിക്കുന്നത്. ചേട്ടാ, എന്തൊക്കെ ആവശ്യങ്ങളാണ് നിലവിലെ ഞങ്ങളുടെ ആവശ്യങ്ങള്? കാടും നാടും വേർതിരിക്കണം. ലോകത്തില് ഏറ്റവും വലിയ ഫോറസ്റ്റ് സംവിധാനങ്ങളാണ് ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങൾ. ഈ ആഫ്രിക്കയിൽ പോലും ഒരു അണ്ണാൻ കുഞ്ഞ് പോലും റോട്ടിലിറങ്ങില്ല. ഇവിടെ നിത്യേന ഒരു മനുഷ്യന് 7 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണം.